കോഴിക്കോട് UDF പ്രവർത്തകന് കുത്തേറ്റു. ധർമ്മടത്ത് കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക അക്രമ സംഭവങ്ങൾ. നരിക്കുന്നിയിൽ LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു UDF പ്രവർത്തകന് കുത്തേറ്റു. ധർമ്മടത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. നരിക്കുന്നിയിലുണ്ടായ സംഘർഷത്തിൽ രജീഷ് എന്ന UDF പ്രവർത്തകനാണ് കുത്തേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതേ സംഘർഷത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി റിയാസ്, മുൻ ലോക്കൽ സെക്രട്ടറി KP പ്രേംകുമാർ എന്നിവരുൾപ്പെടെ 4 പേർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. മറ്റു പലയിടങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾക്കിടെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മരുതോങ്കരയിൽ KM അഭിജിത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിലും സംഘർഷമുണ്ടായി. നല്ലളത്ത് PA മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോയ്ക്കിടെ UDF കൗൺസിലർ മുല്ലവീട്ടിൽ ജാഹിഷ്, ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫാസിൽ എന്നിവർക്കും ക്രൂരമായി മർദ്ദനമേറ്റു. ഇതിനു പുറമെ ധർമ്മടം കീഴത്തൂരിൽ പുലർച്ചെയോടെ കോൺഗ്രസ് ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. കീഴത്തൂരിലെ രാജീവ് ഭവന്റെ ജനൽ ചില്ലുകളും കൊടിമരവും ഫർണിച്ചറുകളും അക്രമികൾ പൂർണ്ണമായും അടിച്ചു തകർത്തു. ഈ ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിലെ തോൽവി അംഗീകരിക്കുന്നതായി CPM വ്യക്തമാക്കി. ഇതിനൊപ്പം തന്നെ കേരള നിയമസഭയിൽ BJP 3 സീറ്റുകൾ നേടിയത് രാഷ്ട്രീയമായി അതീവ ഗൗരവമുള്ള കാര്യമാണെന്നും CPM നേതൃത്വം പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.